പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഗ്യാസ് സ്റ്റൗ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെ വൃത്തികേടായി കിടക്കുന്ന ഒരു ഗ്യാസ് സ്റ്റൗ എങ്ങനെ പുതിയ സ്റ്റൗ പോലെ ആക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം കരുതും ഇങ്ങനെയാണോ ഗ്യാസ് സ്റ്റൗ ഇട്ടേക്കുന്നത്, ക്ലീൻ ചെയ്യാറില്ലേ എന്ന്. ഞാനിത് വീഡിയോ എടുക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ഇട്ടിരുന്നതാണ്. ചായയൊക്കെ തിളച്ച് തൂവുമ്പോഴും പാലും ഒക്കെ തിളച്ച് തൂയിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വൃത്തിയാക്കില്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ വൃത്തികേടായിപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഡെയിലി ക്ലീൻ ചെയ്താൽ ഇങ്ങനൊരു അവസ്ഥയിലോട്ട് പോകത്തില്ല. അപ്പം ഇങ്ങനൊരു ഗ്യാസ് സ്റ്റൗ നമുക്ക് എങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനൊരു സോഡാപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് സോഡാപ്പൊടിയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നാരങ്ങായും എടുത്തിട്ടുണ്ട്. ആ നാരങ്ങ നീരും സോഡാപ്പൊടിയും കൂടെ നമുക്ക് സ്റ്റൗവിന് ചുറ്റും തേച്ച് പിടിപ്പിക്കാം. കുറച്ച് വിനീഗർ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. വിനീഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് വിനീഗറൂടെ ചേർത്തിട്ടുണ്ട്. വിനീഗറും നാരങ്ങാ നീരും സോഡാപ്പൊടിയും പിന്നെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ പ്രില്ലിൻ്റെ നേർപ്പിച്ച ലിക്വിഡൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. ഇവിടെ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നമുക്ക് നല്ലതുപോലെ ഉരച്ച് കൊടുക്കാം. നല്ലതുപോലെ ഉരച്ച് കൊടുക്കുമ്പോൾ അഴുക്കൊക്കെ ഇളകി വരുന്നത് കാണും. പെട്ടെന്ന് നമുക്ക് അഴുക്ക് ഇളകി കിട്ടും. 15-20 മിനിറ്റൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ എളുപ്പം വൃത്തിയായി വരണമെന്നില്ല. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റും അഴുക്കൊക്കെ ഏകദേശം എല്ലാം പോയി കഴിഞ്ഞു. അപ്പം ഒരു തുണി ഉപയോഗിച്ച് തുടച്ച് മാറ്റാം. അപ്പം വീണ്ടും ഉണ്ട് അഴുക്ക്. അപ്പം വീണ്ടും സ്ക്രബ്ബർ ഉപയോഗിച്ച് ഞാൻ നല്ലതുപോലെ വീണ്ടും ഉരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു തുണി വെച്ച് വെള്ളം മുക്കി നല്ലതുപോലെ തുടച്ച് ആ സോപ്പിൻ്റെ പതയും എല്ലാം വൃത്തിയാക്കി നമുക്ക് തുടച്ച് മാറ്റിയെടുക്കാം. അപ്പം ഗ്യാസ് സ്റ്റൗ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്